ഭാഗം 3. നീ എന്നായി നാട്ടിലേക്ക് വരുന്ന വീരു? സീത ചോദിച്ചു. നിനക്കറിയില്ലേ എനിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലെന്ന്. അവിടെ വെച്ചൊരിക്കൽ തകർന്നതാ എന്റെ ഹൃദയം. അവിടെ വന്ന ആ ആളെ കണ്ട ഞാൻ മറന്നതൊക്കെ ഇനിയും മനസ്സിലേക്ക് വരും. വേണ്ട മോളെ, കഴിഞ്ഞു പോയതൊക്കെ ഇനി കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല എനിക്ക്, വീരു പറഞ്ഞു. സീതയുടെ മുഖം മങ്ങിപ്പോയി. ആ ചേട്ടൻ നിന്നെ കിട്ടാനുള്ള ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. എന്റെ വീടിന്റെ ആൾ എവിടെയാണാവോ? ഇവ സ്വയം ചോദിച്ചു. അതൊക്കെ വന്നോളൂ. പിന്നെ നിന്റെ ആരാധകൻ എന്ത് പറയുന്നു? ആര്? നിങ്ങളുടെ മെമ്പർ കൂടി അവിടുന്ന്. ഇതൊരു പാവം മനുഷ്യനാ. അയാൾക്ക് നിന്നോടുള്ള സോഫ്റ്റ് കോർണർ നിനക്ക് എന്താ മനസ്സിലാത്ത പെണ്ണെ? നിന്നെ ആൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാ. എന്നാലേ എനിക്ക് ആ ഉറപ്പില്ല. നീ ഫോൺ വെച്ചേ, സീത പിണക്കത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഫോൺ വെക്കുക. ലഞ്ച് ബ്രേക്ക് സമയത്താ വിളിച്ചേ. പിന്നെ കാണാം. വീരും ഫോൺ കട്ട് ചെയ്തു. സീത ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും കുട്ടികളൊക്കെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും പിന്നെ അവരുടെ കൂടിയായി ബഹളം. വൈകുന്നേരം 3 മണിയോടെ അംഗനവാടിയിലെ കുട്ടികളൊക്കെ പോയി. അവിടെയൊക്കെ ഒതുക്കിയിട്ട് ചില ക്ലാസ് പൂട്ടി ഇറങ്ങി. അവിടുന്ന് നേരെ പഞ്ചായത്തിലേക്കാണ് അവൾ പോയത്. അകത്തേക്ക് കയറിയതും സുമുഖനായൊരു ചെറുപ്പക്കാരൻ അവളെ കണ്ടു അടുത്തേക്ക് വന്നു. സീത, അയാൾ വിളിച്ചു. വിനയേട്ടാ. സീത അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്താടോ ഇങ്ങോട്ടൊക്കെ? ഞാൻ ഒരു അപേക്ഷ കൊടുത്തിരുന്നു, ബിൽഡിംഗ് പണിയാനുള്ളത്. അതൊന്നും ആയില്ലല്ലോ. പഴയ കെട്ടിടം വിനയേട്ടാ, മഴക്കാലം വരാൻ പോകുന്നു. നല്ലൊരു കാറ്റോ മഴയോ വന്നാൽ എല്ലാം കൂടി ഇടിഞ്ഞു വീഴും. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ കുറെ നോക്കുന്നുണ്ട് സീതെ, പക്ഷെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. എന്തൊരു കഷ്ടമാണ് വിനയേട്ടാ. 1 2 അല്ല, 10 15 പിള്ളേരാ ഉള്ളത്. ഞാൻ ടീച്ചറായി കയറിയ നാളെ മുതൽ ഇതിന്റെ പുറകെ നടക്കുകയല്ലേ. വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. ചില ദേഷ്യപ്പെട്ട് അവിടെ നിറങ്ങിയതും അവിടേക്ക് കയറി വന്ന പപ്പനുമായി കൂട്ടിമുട്ടി. എവിടെ നോക്കി നടക്കണോ കൊച്ചേ? 2 മത്തങ്ങ കണ്ണുണ്ടല്ലോ. പപ്പൻ അലറി. സോറി ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. സീത വേഗം പുറത്തേക്ക് പോയി. പപ്പൻ കലിപ്പോടെ അവളെ നോക്കി നിന്നു. ഇവളെയൊക്കെ വിടട പപ്പ, പാവം കൊച്ചാ, വിനയ് വന്ന് അവനോട് പറഞ്ഞു. അതാവും, മെമ്പർ കിടന്ന് കുഴയുന്നുണ്ടായിരുന്നല്ലോ, പപ്പൻ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവളത് മൈൻഡ് ചെയ്യണില്ലടാ. ഞങ്ങളുടെ സർവ്വഗുണ സമ്പന്നനും സൽസ്വഭാവമായ മെമ്പറെ മൈൻഡ് ചെയ്യാത്ത പെണ്ണോ? ആരടാ അത്? ഇവിടുത്തെ അംഗനവാടിന്റെ ടീച്ചറാ. പാവമാടാ. പാവങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത. പപ്പൻ അവള് പോയ വഴി നോക്കൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ, അവൾ അംഗനവാടി പുതുക്കി പണിയാൻ അപേക്ഷ കൊടുത്തിട്ട് ഒന്നും നടക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വിനയ് ചോദിച്ചു. മുത്തശ്ശനോട് പറയാടാ, എന്തെങ്കിലും ചെയ്യാം, പിള്ളേർക്ക് വേണ്ടിയല്ലേ. എങ്കിലും ഞാൻ സീതയോട് പറയട്ടെ. വിനയ് വേഗം അകത്തേക്ക് നടന്നു. അവൻ വേഗം സീതയെ വിളിച്ച് കാര്യം പറഞ്ഞു. ആണോ വിനയേട്ടാ? എങ്കില് ഞാൻ നാളെ വേണുമാഷിനെ കൂടെ പോയിക്കൊള്ളാം. അവിടുത്തെ വല്യത്താനെ വേണുമാഷിനെ അറിയാം. വളരെ ഉപകാരം വിനയേട്ടാ, സീത പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ആശ്വാസത്തോടെ ഫോൺ കട്ട് ചെയ്ത് നോക്കിയതും മുന്നിലെ കാഴ്ചയില് അവളുടെ മുഖം മുറുകി. ഇയാള് പിന്നെയും വന്നു. മുന്നിൽ നിൽക്കുന്ന വിഷുവിനെ കണ്ട് സീതയ്ക്ക് ദേഷ്യം വന്നു. അവൾ അവനെ മൈൻഡ് ചെയ്ത് നടന്നതും അവിടെ നിൽക്കേണ്ട സീതയെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. എടോ, കയ്യിന്ന് വിടറോ. നിന്റെ കയ്യിൽ പിടിക്കാൻ എനിക്ക് നിന്റെ സമ്മതം പോലും വേണ്ട പെണ്ണെ. ഈ വിഷുവിന്റെ പെണ്ണാ നീ. അവനത് പറഞ്ഞതും സീത അവന്റെ കവിളിൽ കാഞ്ഞടിച്ചു. ഈ കാഴ്ച കണ്ടാണ് പപ്പൻ കാറിൽ അങ്ങോട്ട് എത്തിയത്. അവൻ അവന്റെ കാറ് പതിയെ ഒതുക്കി. ഇതാ പെണ്ണല്ലേ, വിനയം പറഞ്ഞ ടീച്ചർ ആള് കൊള്ളാലോ. ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ആ മുഖമൊന്ന് ശരിക്ക് കാണായിരുന്നു. ഒന്നില്ലെങ്കിലും എനിക്ക് ശേഷം വിഷുവിനെ തല്ലാൻ ധൈര്യം കാണിച്ച ആളല്ലേ, പപ്പൻ സ്വയം പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. മേൽ എന്തേഹത്ത് കൈവയ്ക്കരുത്. നീ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആ കൂട്ടത്തിൽ ഈ സീതയെ കൂട്ടുന്നില്ല. അവള് മുന്നോട്ട് നടന്നു. ഡി, നീ എന്നെ തല്ലിയല്ലേ? ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഈ വിഷം നിന്നെ വിടില്ല. നിന്റെ ഈ ശരീരത്തിൽ ആരെങ്കിലും തൊടുന്നുണ്ടെങ്കിൽ അത് ഈ വിഷം തന്നെയാവും, അവൻ പകയോടെ പറഞ്ഞു. സീത അവൻ പറഞ്ഞത് കേട്ടൊന്നും നിന്നെങ്കിലും പിന്നെ അവന് നോക്കാതെ വേഗം നടന്നു. വിഷം കലിയോടെ തിരിഞ്ഞതും അവന്റെ അടുത്തേക്ക് നടന്നു വരുന്ന പപ്പനെ കണ്ട് അവന്റെ നെറ്റി ഒന്ന് ചുളുങ്ങി. ഇതാണ് പെണ്ണ്. തന്റെ ദേഹത്ത് തൊടുന്നവന്റെ നേരെ പുലിയെ പോലെ ചീറി നിന്നവൾ. എന്തായാലും എനിക്ക് ശേഷം നിന്നെ തല്ലിയത് അസല് പെണ്ണൊരുത്തിയാ, പപ്പൻ അവനെ കളിയാക്കി. വിഷൻ അത് കേട്ട് പല്ല് ഞെരിച്ചു. അവളെന്നെ തല്ലിയെങ്കില് ആ കൈ കൊണ്ട് എന്നെ തലോടിക്കാനും എനിക്കറിയാം, വിഷൻ പകയോടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റുമായി പോയി. അവനാ പെണ്ണിനെ ഉപദ്രവിക്കോ? പപ്പൻ ആശങ്കയോടെ ഓർത്തു. എന്തായാലും സ്വയം രക്ഷിക്കാൻ അറിയുന്ന പെണ്ണാ, പിന്നെന്താ. പപ്പൻ അവിടുന്ന് നേരെ തറവാട്ടിലേക്ക് പോയി.
ആകെ തളർന്നാണ് സീത അന്ന് വീട്ടിലേക്ക് എത്തിയത്. അപ്പൊ ഉണ്ടായ ധൈര്യത്തില് വിഷുവിനെ തല്ലിയെങ്കിലും അവന്റെ സ്വഭാവം വെച്ച് അവൻ ഇനി എന്താ ചെയ്യുകയെന്ന് അവൾക്ക് ഒരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും സൂക്ഷിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. അപ്പച്ചിയോട് ഇക്കാര്യം പറഞ്ഞപ്പോ ഇത്രനാളും ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചതിന് അപ്പച്ചി അവളെ നല്ലോണം വഴക്ക് പറഞ്ഞു. പിണങ്ങല്ലേ അപ്പച്ചി, നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. അയാളെ പോലൊരാളെ പ്രകോപിപ്പിച്ച പ്രശ്നമല്ലേന്നോർത്താ ഇതുവരെ പറയാതിരുന്നത്. ഇന്ന് പക്ഷെ ആ റോഡിൽ വെച്ച് അയാൾ കയ്യിൽ പിടിച്ചപ്പോ തല്ലിപ്പോയതാ. ഇനി അയാൾ എന്തൊക്കെ ചെയ്യാന്നോർത്തിട്ട് എനിക്ക് ആകെ ടെൻഷനായി. അതാ ഇപ്പൊ അപ്പച്ചിയോട് പറഞ്ഞത്. അപ്പച്ചി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. സീത സങ്കടത്തോടെ പറഞ്ഞു. അപ്പച്ചിക്ക് അറിയാഞ്ഞിട്ടല്ല, നമുക്ക് നമ്മളല്ലേ ഉള്ളൂ. നിന്നെ അവൻ ശല്യം ചെയ്തിട്ട് നീ ഇത് എന്നോടല്ലേ മോളെ പറയണ്ടേ? അത് മറച്ചു വെച്ച് നോക്കിയിട്ട് എനിക്ക് സങ്കടമാണ്. ഏട്ടനും ഏടത്തി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ജാനകി ചോദിച്ചു. അങ്ങനെ പറയില്ലേ അപ്പച്ചി, അവരായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യും. അങ്ങനെ വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചിന്ന് വിളിച്ചാലും എന്റെ അച്ഛനും അമ്മയും ഒക്കെ അപ്പച്ചി തന്നെയാ. ഇതിപ്പോ പറ്റിപ്പോയി, ഇനി അങ്ങനെ ചെയ്യില്ല, സത്യം. അവൾ അപ്പച്ചിക്ക് വാക്ക് കൊടുത്തു. ഇനി എന്തുണ്ടായാലും തന്നോട് ആദ്യം പറയണമെന്ന് ഉറപ്പ് ജാനകി അവളിൽ നിന്ന് വാങ്ങിച്ചു. അന്ന് തന്നെ വേണുമാഷിനെ വിളിച്ച് അവൾ അമ്പലപ്പാട്ട് പോകുന്ന കാര്യം പറഞ്ഞു. വേണുമാഷിനോട് വിഷുവിന്റെ കാര്യം പറയാൻ അവൾ നിന്നില്ല. പിറ്റേന്ന് അവധിയായതുകൊണ്ട് രാവിലെ തന്നെ അവിടെ പോകാനായി അവർ തീരുമാനിച്ചു. നാളെ തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അറിയാതെ അവള് സമാധാനത്തോടെ ഉറങ്ങാനേ കിടന്നു. രാവിലെ വേണുമാഷ് വന്ന് സീതയും കൂട്ടി അമ്പലപ്പാട്ടേക്ക് ചെന്നു. ആ വീട് കണ്ടതും സീതയുടെ കണ്ണുകളും മിഴിഞ്ഞു. എന്റെ മാഷച്ചാ, എന്ത് വലിയ വീടാ! ഈ തറവാട് വല്ല സിനിമയിലും ഉണ്ടോ? എവിടെയോ കണ്ടതുപോലെയുണ്ട്, സീത പറഞ്ഞു. ഒന്ന് വാ എന്റെ കൊച്ചെ, ഭംഗിയൊക്കെ പിന്നെ ആസ്വദിക്കാം. മാഷ് പറഞ്ഞത് കേട്ട് സീത വേഗം അകത്തേക്ക് നടന്നു. വരാന്തയിലെ ചാരുകസേരയിൽ മുത്തശ്ശൻ എഴുന്നിരുന്നു. ഇതാരാ, എന്റെ ഡോക്ടറോ? അവളെ കണ്ടതും മുത്തശ്ശൻ ചോദിച്ചു. മുത്തശ്ശനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവള് പുഞ്ചിരിയോടെ ചോദിച്ചു. ഇല്ല മോളെ, അന്നത്തെ സംഭവം കാരണം ഇപ്പൊ ഫുൾ റെസ്റ്റ് ആണ്. അതാണ് ഇപ്പൊ പ്രശ്നം. അതിനെന്താ, അസുഖം മാറണ്ടേ? അവൾ ചോദിച്ചു. വല്യത്താനെ, ഞങ്ങള് വന്ന കാര്യം ഇന്നലെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലേ? മെമ്പർ പപ്പനോടും പറഞ്ഞിരുന്നു. കുട്ടി കുറെ നാളായോ ഇതിന്റെ പുറകെ നടക്കുന്നു? ഇപ്പൊ 2 വർഷത്തോളം ആയിട്ടുണ്ടാവും മുത്തശ്ശ. സത്യം പറഞ്ഞാ എനിക്ക് മറ്റൊരു സ്കൂളിൽ ജോബ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ എഗ്രിമെന്റ് തീർന്നതുവാ. പക്ഷെ പുതിയ ടീച്ചർ ഇതുവരെ എത്തിയില്ല. അതാ പിന്നെയും ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. ഞാൻ പോകുന്നതിന് മുൻപ് പുതിയ ബിൽഡിങ്ങുകൾ തീരാൻ വേണ്ടി കുറെ ഓടി നടന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോളാ മെമ്പർ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. കാര്യത്തിന് വേണ്ടിയല്ലേ? നമുക്ക് ചെയ്യാം. അടുത്ത മാസം ഉത്സവമല്ലേ, അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങിയേക്കാം, പോരെ? മുത്തശ്ശൻ ചോദിച്ചത് കേട്ട് സീതയുടെ മുഖം വിടർന്നു. ആള് മുത്തശ്ശൻ നോക്കി കൈ കൂപ്പി. ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശ. നന്ദിയൊന്നും വേണ്ട, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയല്ലേ. മോൾ എന്തായാലും ആ ബിൽഡിങ്ങിന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് എടുത്തു തന്നേക്ക്. പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യാം, മുത്തശ്ശൻ പറഞ്ഞു. ഇന്ന് തന്നെ ഞാൻ കൊണ്ടുവരാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയില്ലേ, ചായ എടുത്തു. അപ്പോഴേക്കും അവിടുത്തെ അമ്മമാര് ചായയുമായി വന്നു. നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ആരാണെന്ന്? മുത്തശ്ശൻ സീതയെ ചൂണ്ടി ചോദിച്ചു. അമ്മമാർ അവളെ പുഞ്ചിരിയോടെ നോക്കി. അവളും അവരെ നോക്കി പുഞ്ചിരിച്ചു. അന്ന് അമ്പലത്തിൽ നിന്ന് സഹായിച്ചില്ലേ, ആ കുട്ടിയാ ഇത്, മുത്തശ്ശൻ പറഞ്ഞതും അമ്മമാരുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. സീതമോളോ? തന്റെ പേര് അവര് പറഞ്ഞത് കേട്ട് അമ്പരെ പോടെ സീത എഴുന്നേറ്റു. മോളെ ഇരിക്കെ, അച്ഛൻ അന്ന് മോളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. മോളെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു ഞങ്ങള്. അച്ഛനെ സഹായിച്ചതിന് നന്ദി പറയാൻ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ, അവള് പറഞ്ഞു. അച്ഛന്മാരും ജിതിനും പാറുവും ജ്യോതിയും ഒക്കെ അവളെ വന്ന് കണ്ടു. എല്ലാവരും മുത്തശ്ശനെ സഹായിച്ച കുട്ടി എന്ന നിലയിൽ അവളോട് സ്നേഹത്തോടെ തന്നെ പെരുമാറി. എല്ലാവരും മുത്തശ്ശനെ പോലെ സ്നേഹമുള്ളവരാണെന്ന് അവൾക്ക് മനസ്സിലായി. അധികം വൈകാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി. ഡോക്യുമെന്റ് ഞാൻ ഇന്ന് തന്നെ എത്തിക്കാം മുത്തശ്ശ. ഞാൻ ഇപ്പൊ നേരെ അങ്ങോട്ടാ പോകുന്നത്, സീത പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യും, മോളതെടുത്ത് അവിടെ നിന്നാ മതി. എന്റെ പേരക്കുട്ടിയെ ഞാൻ അങ്ങോട്ട് അയക്കാം, അവൻ വാങ്ങിക്കോളൂ, മുത്തശ്ശൻ അവളോട് പറഞ്ഞു. അവളതിന് സമ്മതിച്ചു. അവർ ഇറങ്ങിയ ഉടനെ പപ്പനെ വിളിച്ച് മുത്തശ്ശൻ കാര്യം പറഞ്ഞു. വേണുമാഷിന്റെ കൂടെയാണ് സീത പോയതെങ്കിലും മാഷിന് പെട്ടെന്ന് വായനശാലയിലേക്ക് പോവേണ്ടി വന്നതുകൊണ്ട് സീത ഒറ്റയ്ക്ക് അവിടേക്ക് നടന്നു. സീതയെ കണ്ടതും വഴിയിൽ നിന്നിരുന്ന ഒരാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ക്ലാസ് തുറന്നിട്ട്
സീത വീരുവിനെ ഫോൺ വിളിച്ചുകൊണ്ട് ഇയർഫോൺ ചെവിയിലേക്ക് വെച്ചു. വീരുവിനോട് സംസാരിച്ചുകൊണ്ട് അവൾ ഡോക്യുമെന്റ്സ് നോക്കാനായി തുടങ്ങി. അതേസമയം പുറത്ത് പപ്പന്റെ ബുള്ളറ്റ് വന്നതും അവൻ പുറത്തേക്ക് ഇറങ്ങി. അവൾ വിളിച്ചതും ഒന്നും അവൾ കേട്ടില്ല. വിളിച്ചിട്ട് ആരുടെ മറുപടി കേൾക്കാതെ വന്നപ്പോ പപ്പനകത്തേക്ക് കയറി. ടീച്ചറെ, അവൻ പിന്നെയും വിളിച്ചു. സീതയുടെ സംസാരം കേട്ടതും അവൻ ദേഷ്യത്തിൽ ആ റൂമിലേക്ക് ചെന്നു. ചെവിയിൽ ഇയർഫോണും വെച്ച് സംസാരിക്കുന്ന അവളെ കണ്ട് അവന് കലി കയറി. ഡി! അവൻ ഡോറിൽ അമർത്തി അടിച്ചു. സീത ഞെട്ടിത്തിരിഞ്ഞതും പുറകെ നിൽക്കുന്ന പപ്പനെ കണ്ട് അവള് ഞെട്ടിപ്പോയി. അവള് വേഗം ഇയർഫോൺ ചെവിയിൽ നിന്ന് മാറ്റി. ആരാ? അവള് ചോദിച്ചു. എത്ര നേരമായി കൊച്ചെ വിളിക്കുന്നു? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. താനാരാ? പെട്ടെന്ന് ഡോർ അടയുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി. പപ്പൻ വേഗം ഹാളിലേക്ക് ചെന്നതും ആരോ ഡോറ് പുറത്തുനിന്നും പൂട്ടിയിരുന്നു. പപ്പന്റെ പുറകെ ചെന്ന സീതയും ഡോർ അടഞ്ഞത് കണ്ട് ഞെട്ടി നിന്നു. അവൾ ഡോറിൽ കൊട്ടാൻ തുടങ്ങി. ആരാ ഡോറ് പൂട്ടിയത്? അവൾ ഉറക്കെ ചോദിച്ചു. സീത പപ്പൻ നേരെ തിരിഞ്ഞു. താൻ ആരാ? എന്തായി ചെയ്യുന്നേ? മരത്തേക്ക് ഡോറ് തുറക്കാൻ പറഞ്ഞോ? അവൾ പപ്പനോട് പറഞ്ഞു. അവന് ദേഷ്യം വന്നു. ഇതേ കൊച്ചെ അനാവശ്യം പറയരുത്. ഞാൻ മുത്തശ്ശൻ പറഞ്ഞിട്ട് ഡോക്യുമെന്റ് വാങ്ങിക്കാൻ വന്നതാ. അത് കേട്ട് അവൾ വരാതായി. സോറി, എനിക്ക് മനസ്സിലായില്ല. ഈ ഡോറൊന്ന് തള്ളി തുറക്കാമോ പ്ലീസ്? സീതയ്ക്ക് സങ്കടം വന്നിരുന്നു. അത് കണ്ടതും അവനും ഒന്ന് അയഞ്ഞു. അവൻ ഡോറ് ചവിട്ടി തുറക്കാനായതും പുറത്തു നിന്നും ആളുകളുടെ ശബ്ദം കേട്ടു. പട്ടാപ്പകൽ ഇതിന്റെ അകത്ത് എന്താണ് പരിപാടി ടീച്ചറെ? പുറത്തുനിന്ന് കേട്ട ഒച്ചയിൽ സീത വിറച്ചുപോയി. അവൾ ഞെട്ടലോടെ പപ്പനെ നോക്കി. അതിന്റെ പുറകെ കുറെ ആളുകളുടെ ഒച്ചയും ശബ്ദവും. ഒരാണും പെണ്ണും കൂടി അവിടെ എന്താ അവൻ ചെയ്യുന്നതെന്ന് ആർക്കാ അറിയാത്തത്? സീത ടീച്ചറെ, ആരാ കൂടെയുള്ളവൻ? അവനെ ഇറക്കിയിട്ടിട്ട് ഞങ്ങളെ ഓരോരുത്തരായി കയറ്റ്. സീത അപമാനം കൊണ്ട് ചൂളിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഡോർ തുറക്കടാ! പപ്പൻ അവളുടെ കരച്ചിൽ കണ്ട് അലറി. പെട്ടെന്ന് ആരോ ഡോർ തുറന്നതും ഒപ്പം വേഗം പുറത്തേക്ക് ഇറങ്ങി. മുന്നിൽ നിന്ന വിശ്വനെ കണ്ട് അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ആഹാ, അമ്പലപ്പാട്ടെ കൊച്ചു തമ്പുരാനായിരുന്നോ സീതച്ചന്റെ കൂടെ? എന്നിട്ട് എങ്ങനെയുണ്ട് അവള്? മുഖം കണ്ടിട്ട് അവളെ അങ്ങ് പിടിച്ചതുപോലെ ഉണ്ടല്ലോ. വിശ്വൻ പകയോടെ പറഞ്ഞത് കേട്ട് അപ്പൻ അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ആണുങ്ങളായ നേർക്ക് നേരെ കളിക്കടാ, അല്ലാതെ ഒരു പെണ്ണിനെ വെച്ചിട്ടല്ല പക വീട്ടേണ്ടത്. ഒപ്പൻ അലറി. സീത അകത്തെ ഭിത്തിയിൽ ചാരി നിലത്തേക്ക് ഇരുന്ന് കരഞ്ഞുപോയി. വിഷുവിന്റെ ശബ്ദം അവൾ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ നടന്നത് എന്താണെന്നും അവൾക്ക് മനസ്സിലായി. ഇന്നലെ അവനെ തല്ലിയതിന് അവൻ പകരം വീട്ടിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. പപ്പൻ സാറേ, നിങ്ങൾ വലിയ കൊമ്പത്തെ ആൾക്കാരായിരിക്കും. പക്ഷെ ഈ അംഗനവാടിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്താ കാര്യം? രണ്ടുപേരും അനാവശ്യം കാണിച്ചിട്ട് ഷോ കാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. പോലീസ് വരട്ടെ, അവർ തീരുമാനിച്ചോളൂ. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. പപ്പന് മനസ്സിലായി ഇതൊക്കെ വിഷുവിന്റെ കളിയാണെന്ന്. അപ്പോഴേക്കും സീതയെ അറിയുന്ന കുറച്ചു പേര് അകത്തേക്ക് ചെന്നു. ടീച്ചർ, എന്താ കാര്യം? അയാൾ എന്തെങ്കിലും ചെയ്തോ? അവർ ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി. ടീച്ചർ കരയല്ലേ, ഞങ്ങൾക്ക് ടീച്ചറിനെ അറിയാലോ. ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്നതാ. അവര് പറഞ്ഞതും അവൾ ആശ്വാസത്തോടെ അവരെ നോക്കി. പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് ഇരച്ചു കയറി വന്നത്.